ായിട്ട് പറയുവാണെങ്കിൽ ഞാൻ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും ഇതിനു മുമ്പുള്ള MLA-മാരൊന്നും എനിക്ക് അങ്ങനെയാണ്. ആർക്കും എപ്പോൾ ചെന്നും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുവാനും. എൻ്റെ പേര് രോഹിണിബായി ഉണ്ണികൃഷ്ണൻ. 95 മുതൽ തന്നെ ഇവിടെ ജനപ്രതിനിധിയായിട്ട് പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ ആയിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ മെമ്പറായിട്ട് വരുന്ന കാലത്ത് ഇവിടെ പട്ടികവർഗ മേഖലയിലുള്ളവർക്ക്, നമ്മുടെ ഈ ചൊവ്വൂർ മേഖലയിലുള്ള ആളുകൾക്ക് പഞ്ചായത്തിലേക്ക് വില്ലേജിലേക്ക് വരുന്നതിന് വേണ്ടി മൂന്നല പഞ്ചായത്ത് ടൗൺ കറങ്ങി 8 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണമായിരുന്നു ഇവിടെ തലനാട് സർക്കാർ ഓഫീസുകളിൽ വരുന്നതിന്. എന്തായാലും അവർക്ക് പഞ്ചായത്ത് വില്ലേജൊക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ടതുമാണ്. ആ മെമ്പറായിട്ട് വന്ന സമയത്ത് ഇതിലേ കൂടി ഒരു പെട്ടെന്ന് നമുക്ക് അവിടെ എത്താവുന്ന രീതിയിൽ ഒരു റോഡ് വെട്ടണം എന്നുള്ള അവരുടെ ആഗ്രഹപ്രകാരം അന്ന് നാട്ടുകാർ എൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് നമ്മൾ ഈ റോഡ് പ്രാവർത്തികയിൽ കൊണ്ടുവരികയായിരുന്നു. എന്നാൽ അത് പൂർത്തീകരിക്കുന്നതിന് വർഷങ്ങളായിട്ട് കുറേശ്ശെ ഫണ്ടുകൾ ഇങ്ങനെ വരും, അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നു. നമ്മുടെ മാണി സി കാപ്പൻ MLA അദ്ദേഹം MLA ആയി വന്നതിന് ശേഷം വീണ്ടും ഞാനിവിടെ കഴിഞ്ഞ 20-25 കാലഘട്ടത്തിൽ ഈ ഭാഗത്ത് ചൊവ്വൂരെ മെമ്പറായിരുന്നു. ആ സമയത്ത് അദ്ദേഹം നൽകിയ ആസ്തി വികസന ഫണ്ട് വെച്ച് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചു. 8 കിലോമീറ്ററോളം സഞ്ചരിച്ച് പഞ്ചായത്തിൽ വരേണ്ടിയിരുന്ന ആളുകൾക്ക് ഇന്ന് 3 കിലോമീറ്റർ കൊണ്ട് ഇവിടെ നമ്മുടെ പഞ്ചായത്തിലെ ഓഫീസുകളിലേക്ക് വന്നെത്തുന്നതിന് വേണ്ടി, അതും പട്ടികവർഗ മേഖലയിലുള്ള ആളുകൾക്ക് അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ നമ്മുടെ MLA-യുടെ ഫണ്ട് കൊണ്ട് സാധിച്ചു. 50 ലക്ഷത്തിലധികം രൂപ അദ്ദേഹം ഈ റോഡിന് വേണ്ടി തരികയും അതനുസരിച്ച് സൈഡ് ഐറിഷും നല്ല രീതിയിലുള്ള ടാറിങ്, അതുപോലെ തന്നെ അവിടെ പുല്ലാട്ട് മുണ്ടപ്പള്ളി ഭാഗത്തുള്ള കലുങ്കുകൾ ഇതെല്ലാം തീർത്ത് അദ്ദേഹം പൂർത്തീകരിച്ച് തരികയാണ് ചെയ്തത്. അദ്ദേഹം ഈ ഭാഗത്തൂടെ റോഡ് വരുമ്പോഴും സത്യത്തിൽ ഉള്ളിലോട്ടുള്ളൊരു ഭാഗമാണിത്. പക്ഷേ ആ ഉള്ളിലോട്ടുള്ള ആ റോഡ് തീർന്നത് കൊണ്ട് ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പട്ടികവർഗ മേഖലയിലുള്ളവർക്ക് ഇവിടുത്തെ ഈ ഓഫീസുകളിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ് അവർക്ക്. അല്ല എങ്കിൽ അത്രയും കറങ്ങി നടന്ന്, അതുപോലെ ബസ്സിനാണ് വരുന്നതെങ്കിൽ അവർ മൂന്നലവ്, തലപ്പലം, ഈരാറ്റുപേട്ട, തീക്കോയി പഞ്ചായത്തുകൾ കവർ ചെയ്ത് വേണം ഇവിടെ വരാൻ. ഞാൻ 8 കിലോമീറ്റർ യാത്ര ഒരു വണ്ടി പിടിച്ചോ നടന്നോ വരുവാണെങ്കിലാണ് അങ്ങനെ വരുന്നത്. ഇന്ന് ഇല്ലിക്കക്കല്ലിലേക്ക് വരുന്നതിനുള്ള ഒരു എളുപ്പവഴിയും കൂടിയാണിത്. മേച്ചാൽ ഭാഗത്ത് നിന്ന്, അതുപോലെ വെളിയിൽ ദൂരെ നിന്നൊക്കെ വരുന്നവർ മേലുകാവിൽ നിന്ന് യാത്ര ചെയ്ത് മേച്ചാൽ വഴി വന്ന് നരിമറ്റത്ത് വന്ന് ഇതിലെയുള്ള ഷോർട്ട് കട്ടേ അവർക്ക് വന്ന് എത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു പ്രയോജനം കൂടെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ റോഡ് കൊണ്ട്. MLA സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടൗണിൽ മാത്രമല്ല, നാഗരികതയുടെ ഒരു വികസനം മാത്രമല്ല, നമ്മുടെ ഗ്രാമങ്ങളിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി പറഞ്ഞിരുന്നത് വികസനത്തിൻ്റെ ഹൃദയഭാഗം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളാണെന്ന്. ആ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം ഈ തലനാട് പഞ്ചായത്തിലെ ആയിരിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്കെല്ലാം തന്നെ വികസനം എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയും ദീർഘവീക്ഷണവുമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മറ്റെല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെക്കാട്ടിലുമുള്ള ഒരു പ്രത്യേകത പങ്ക്ച്വാലിറ്റിയാണ്. എവിടെ ഏത് സമയത്തും പറയുന്ന സമയത്ത് അദ്ദേഹം എത്തുകയും കാര്യങ്ങൾ യഥാസമയം അദ്ദേഹം അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിത്വത്തെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആർക്കും എപ്പോൾ ചെന്നും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുവാനും ആ കാര്യങ്ങൾ ക്ഷമയോടെ കേട്ട് അതിൻ്റെ പ്രയോജനത്തിലെത്തിക്കുവാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വലിയ റോഡ് കൂടാതെ തന്നെ എൻ്റെ വാർഡിൽ എലവുംപാറ ലക്ഷം വീട് കോളനിയിൽ 500 മീറ്റർ ദൂരമുള്ള റോഡാണ്. അത് ആളുകൾ താമസിക്കുന്ന യാത്രാ സൗകര്യം കുറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അവിടെ നിന്ന് പോയി. എന്നാലും അവിടെ ഇപ്പോൾ താമസിക്കുന്ന അത്രയും 350 മീറ്ററും അദ്ദേഹം കോൺക്രീറ്റ് ചെയ്ത് അവിടെ ഹാൻഡ് റെയിലിങ്ങും എല്ലാം കൊടുത്ത് അവർക്കും സൗകര്യമാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം പിന്നെ വലിയ റോഡുകൾ മാത്രമല്ല, ചെറിയ പോക്കറ്റ് റോഡുകൾ പോലും അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കാവുന്ന ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫണ്ട് അത് ഒരു കോടിയോളം അദ്ദേഹം മേടിച്ച് തന്നിട്ടുണ്ട്. അത് വീട് മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ റോഡിൻ്റെ സംരക്ഷണ ഭിത്തി, ഇതൊക്കെ എൻ്റെ വാർഡിൽ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഈ വികസന കാഴ്ചപ്പാട് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഹൈമാസ് ലൈറ്റുകൾ പഞ്ചായത്തിൻ്റെ ഏത് വാർഡിലും അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരിക്കും.
ആ രീതിയിൽ പഞ്ചായത്തിനെ ശരിക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വികസനമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ വികസനമാണെന്നുള്ള ഉൾക്കാഴ്ചയോടുകൂടി ഓരോ ഭാഗങ്ങളും കണ്ടെത്തി അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് ചെയ്തു തരാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഇനിയും അദ്ദേഹം ജയിച്ചു വരണം എന്നുള്ളത് തന്നെയാണ്. ജയിക്കും എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വികസനങ്ങൾ ഇവിടെ ഇനിയും ചെയ്യാനുണ്ട്. ഇല്ലിക്കക്കല്ലിലേക്കുള്ള റോഡിൻ്റെ കാര്യങ്ങൾ, അവിടെയുള്ള പാർക്കിംഗ് സൗകര്യം, ഇതെല്ലാം അദ്ദേഹം മനസ്സിൽ കരുതിയിട്ടുള്ളതാണ്. അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളോടും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നത്. ഇതുപോലെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA, അവരുടെ മനസ്സെന്താണെന്നും നാടിൻ്റെ സ്പന്ദനം എന്താണെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളാണ് ഇവിടെ വരേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരുടെയും വോട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ചെയ്യണമേ എന്ന് പറയുന്നു. പിന്നെ വ്യക്തിപരമായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും ഇതിനു മുമ്പുള്ള MLA-മാരൊന്നും എനിക്ക് അങ്ങനെ എൻ്റെ വാർഡിലേക്ക് അധികം വർക്കുകളോ അല്ലെങ്കിൽ ഫണ്ടോ നൽകിയിട്ടില്ല. ഇദ്ദേഹമാണ് ശരിക്കും കാരണം അത് ശരിക്കും ഒരു പട്ടികവർഗ മേഖലയും മാത്രമല്ല, ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. അതിനെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹമാണ് ശരിക്കും മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ വിജയങ്ങളും ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹം വിജയിച്ചു വരണം എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും വോട്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. ജയ് UDF.